ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇന്നൊരു 3D മൂവിയെ പറ്റിയുള്ളതാണ്. ARM അജയൻ്റെ രണ്ടാം മോഷണം. ഒരു മുത്തശ്ശി കഥ പോലെയാണ് ഈ സിനിമ ഫുള്ള് പോകുന്നത്. കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ ഇഷ്ടമാവും ഈ മൂവി. ഇതൊരു 3D കാണേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ഞാൻ 3Dയിലാണ് കണ്ടത്. 2D തന്നെ കണ്ടാൽ മതിയായിരുന്നു എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. ജിതിൻ ലാലാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ ആദ്യത്തെ സിനിമയാണിത്. 3 കാലഘട്ടങ്ങളിലെ കഥയാണ് ഈ മൂവി പറയുന്നത്. നിധി സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന 3 തലമുറയുടെ കഥയാണ്. ഇതിലെടുത്ത് പറയേണ്ടത് ടൊവിനോയാണ്. ഇതിൽ 3 കഥാപാത്രങ്ങളാണ് ടൊവിനോ ചെയ്യുന്നത്. അതിൽ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, അത്രയ്ക്ക് ഗംഭീരമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ആക്ഷൻ രംഗങ്ങളാണ്. അതിഗംഭീരമായിട്ടുള്ള ആക്ഷൻ രംഗങ്ങളൊക്കെയാണ്. കളരിയൊക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. ശരിക്കും ഇതൊരു ടൊവിനോ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. ടൊവിനോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിലെടുത്തു പറയേണ്ട ക്യാരക്ടർ എന്ന് പറയുന്നത് സുരഭി ലക്ഷ്മിയുടേതാണ്. മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഉള്ളിൽ തീയായിട്ട് മാറാനായിട്ട് സാധിക്കുന്ന ഒരു കഥാപാത്രം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു അത്, മാണിക്യം എന്ന് പറയുന്ന കഥാപാത്രം. ടൊവിനോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സൂപ്പർ പെർഫോമൻസ് സുരഭിയുടേതാണെന്ന് തന്നെ പറയാം. പിന്നെ ഇത് കൂടാതെ ജഗദീഷ്, സുധീഷ്, കൃതി ഷെട്ടി, അങ്ങനെ വേറെ ഒരുപാട് നടന്മാർ ഇതിൽ വരുന്നുണ്ട്. എനിക്ക് അല്ലാതെ തോന്നിയത് ഇടയ്ക്ക് ഫ്ലാഷ് ബാക്ക് ഒക്കെ ചിലയിടത്ത് കാണിക്കുന്നിടത്തൊക്കെ കണക്ഷൻ കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയൊരു കൺഫ്യൂഷൻ പോലെയൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ഇതിൻ്റെ BGM, സൗണ്ട് മോഡുലേഷൻ, അതൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സോങ്സ് ഒക്കെ ആണെങ്കിലും നല്ല സോങ്സ് ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ്, സൗണ്ട് ഒക്കെ നന്നായിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് നിങ്ങൾ നല്ല ശബ്ദ സംവിധാനമുള്ള തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പറയേണ്ടത് ക്ലൈമാക്സിനെ പറ്റിയാണ്. ക്ലൈമാക്സ് ഒക്കെ വളരെ അടിപൊളി ക്ലൈമാക്സ് ഒക്കെയാണ്. നമ്മൾ ഓരോ സീനെത്തുമ്പോഴും വിചാരിക്കും ഇതാണ് ക്ലൈമാക്സ് എന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നും ക്ലൈമാക്സ് അല്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം വന്ന ഒരു 3D സിനിമ എന്ന ഒരു പ്രത്യേകതയാണ് ഈ സിനിമയ്ക്കുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറം ഒരു നല്ല ടൊവിനോ സിനിമ കണ്ടു എന്നുള്ള ഒരു ഫീലാണ് എനിക്കുള്ളത്. ടൊവിനോയുടെ കരിയറിലെ ഏറ്റവും നല്ല കഥാപാത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് മണിയൻ എന്ന് പറയുന്ന കഥാപാത്രം തന്നെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.